ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ ഭരണ പ്രതിപക്ഷ എംപിമാരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് എംപിമാരുടെ യോഗം ഇന്ന് നടക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രതിപക്ഷ എംപിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ മോക്ക് ഡ്രില്ലും ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്തായാലും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ബിജു ജനതാദളും BRSും ഒന്നും മനസ്സ് തുറന്നിട്ടില്ല. ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ വോട്ടൊന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇരു മുന്നണികളും എന്ന് നമുക്കറിയാം. ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ് ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 സ്ഥാനാർത്ഥികൾ, അത് CP രാധാകൃഷ്ണനും സുദർശൻ റെഡ്ഡിയുമാണ്. സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ NDAക്ക് വ്യക്തമായ ആധിപത്യം ഇരു സഭകളിലുമുണ്ട്. പക്ഷേ അത് എത്രത്തോളം, നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ മറ്റ് കക്ഷികൾ, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിൽ കൂടി NDAയുടെ ഭാഗമല്ലാത്ത BJP ഇതര പാർട്ടികളുണ്ട്. അവരെന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ കാര്യത്തിൽ വലിയ ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 435 പേരുടെ പിന്തുണ നിലവിൽ NDAക്കുണ്ട്. സ്വാഭാവികമായും 355 പേര് മാത്രമാണ് ഇപ്പുറത്ത് ഇന്ത്യ ബ്ലോക്കിനൊപ്പം, ഇന്ത്യ സഖ്യത്തിനൊപ്പം, പ്രതിപക്ഷ നിരക്കൊപ്പമുള്ളത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയ്ക്കിടയില്ല. സുഗമമായി തന്നെ CP രാധാകൃഷ്ണൻ ജയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രോസ് വോട്ടിംഗിലേക്ക് പോകുമോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ GST അടക്കമുള്ള ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതോടുകൂടി തന്നെ NDAക്ക് ഒപ്പമില്ലാത്ത ആളുകളെ, ആ പാർട്ടികളെയൊക്കെ തന്നെ കൂടെ നിർത്താൻ BJPക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളൊക്കെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ അതിന് ഏതെങ്കിലും തരത്തിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കമുണ്ടാകില്ല. മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വലിയ പ്രളയമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം. അതുകൊണ്ട് കേന്ദ്ര സഹായം കൂടി അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് BJPയെ പിണക്കിക്കൊണ്ടൊരു നീക്കം ഈ ചെറിയ പാർട്ടികളൊന്നും തന്നെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ചില പാർട്ടികൾ സ്വാഭാവികമായി ബിജു ജനതാദൾ അടക്കമുണ്ട്. ഇങ്ങനത്തെ പാർട്ടികളൊക്കെ തന്നെ ഏതെങ്കിലും മറിച്ചൊരു തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകില്ല. മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ഭാഗമായി സാധാരണ പാർലമെന്റിൽ ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ BJP വിരുദ്ധ അല്ലെങ്കിൽ NDA വിരുദ്ധ നിലപാടുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CP രാധാകൃഷ്ണൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, സംഘടനാ പാരമ്പര്യവും രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത്. മറുവശത്ത് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കൂടിയായ സുദർശൻ റെഡ്ഡി വരുന്നു. സ്വാഭാവികമായും വലിയ മത്സരത്തിലേക്ക് പോകും. പക്ഷേ അപ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇനി അതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ്, പ്രത്യേകിച്ച് മോക്ക് ഡ്രില്ലാണ് പ്രധാനമായും. അതായത് തെരഞ്ഞെടുപ്പ് രീതി എല്ലാ MPമാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ മോക്ക് ഡ്രില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മണിക്കാണ് അത് ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇന്ത്യ സഖ്യ യോഗം നടക്കും. ഇപ്പോൾ 2 ദിവസമായി, ഇന്നലെ ഇന്നുമായി NDA സഖ്യ MPമാരുടെയൊക്കെ യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്നലെ അതിനെ അഭിസംബോധന ചെയ്തിരുന്നു. ഇന്നും ആ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഈ 2 പാർട്ടികളും, അത് ഇന്ത്യ സഖ്യമാണെങ്കിലും ഒപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യമാണെങ്കിലും, 2 കൂട്ടരും ഇന്ന് അത്താഴ വിരുന്നൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഈ പരിപാടി നേരത്തെ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അടക്കം പ്രഖ്യാപിച്ച ഈ അത്താഴ വിരുന്ന് ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീജ, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ വിജയം ഏകദേശം ഉറപ്പാണ്. എങ്കിൽ കൂടി ഒരു അഭിമാന പോരാട്ടം തന്നെയല്ലേ ഇരു മുന്നണികൾക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? ശ്രീജ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുദർശൻ റെഡ്ഡി തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇതൊരു സ്ഥാനാർത്ഥിത്വത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എത്തുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എത്തുന്നതിന്റെ ഭാഗമല്ല എന്നുള്ളതാണ്. അതായത് ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇപ്പുറത്ത് NDAയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു. ആ നീക്കത്തിന് തന്റെ പിന്തുണ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിൽ താൻ വിജയപ്രതീക്ഷയൊന്നും തന്നെ പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. സ്വാഭാവികമായും അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ കണക്കുകളുടെ മേൽക്കൈ ഇപ്പോഴും സർക്കാരിനുണ്ട്, അതായത് BJPക്കൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ ഇതാണ് തങ്ങളുടെ ഒരു നിലപാട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത്. കാരണം ഇനി വരാൻ പോകുന്നത് വലിയ തെരഞ്ഞെടുപ്പിലേക്കാണ്. ബീഹാറൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ സർക്കാർ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിക്കഴിഞ്ഞാൽ എന്ത് രാഷ്ട്രീയം പിന്നെ ആ സംസ്ഥാനങ്ങളിലേക്ക് പറയുമെന്നുള്ളത്
എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഒരു ചർച്ച BJPയുടെ ഭാഗത്ത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണെങ്കിൽ പോലും കുറെ കൂടി ഗൗരവത്തോടു കൂടി ഇത്തവണ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതായത് സർക്കാർ മുൻനിർത്തിയ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണം, പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് രാജ്നാഥ് സിംഗിനടക്കെയായിരുന്നു ആ സമയത്ത് ചുമതല ഉണ്ടായിരുന്നത്. ആ ചുമതല തെരഞ്ഞെടുപ്പിന്റെ ആകെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല രാജ്നാഥ് സിംഗിനാണ്. അദ്ദേഹം അടക്കം നേരത്തെ തന്നെ കിരൺ റിജിജു ഒക്കെ ഉണ്ട്. ഇവരൊക്കെ തന്നെ നേരിട്ട് പ്രതിപക്ഷ നേതാക്കളെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട നിലപാട് ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ എന്തടിസ്ഥാനത്തിലാണ് BJP മറ്റ് സംസ്ഥാനങ്ങൾ എതിർക്കുക? കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ അല്ല NDA ഇപ്പോൾ അവതരിപ്പിക്കുന്നത്, കൃത്യമായ രാഷ്ട്രീയമുള്ള നേതാവിനെ തന്നെയാണ്. അങ്ങനെ ഒരു നേതാവിനെ കണ്ണടച്ച് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാണ് അവിടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ വാശിയേറിയ പോരാട്ടമായി തന്നെ നമുക്ക് കാണാൻ, ഒരു കൃത്യമായ രാഷ്ട്രീയം തന്നെ പറഞ്ഞ് ഒപ്പം തന്നെ നിലപാടുകൾ പറഞ്ഞുള്ള ഒരു പോരാട്ടമായി തന്നെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ശ്രീജ.